പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക്. ഹൃദയാഘാത ചികിത്സയിലെ മിഥ്യയും യാഥാർത്ഥ്യവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രതാപ് കുമാർ ഉണ്ട്. മെഡിട്രിന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ MD-യും ചെയർമാനും ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാണ് ഡോക്ടർ. ഡോക്ടർ ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടറെ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂതനമായിട്ടുള്ള പല ചികിത്സാ മാർഗങ്ങളുമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രധാനമായും എന്താണ് ആൻജിയോപ്ലാസ്റ്റി എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് എന്താണ് ഈ ഹൃദയാഘാതത്തിനുള്ള നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ? ഹൃദയാഘാതത്തിനുള്ള നൂതനമായ ചികിത്സാ രീതികളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല. ബേസിക്കലി നമ്മൾ ഹൃദയാഘാതവുമായി എത്തുന്ന രോഗിയെ എത്രയും പെട്ടെന്ന് ബലൂൺ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി രോഗവിമുക്തനാക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം പണ്ട് നമ്മൾ ഹൃദയാഘാതത്തിന് ത്രോംബോലൈസ് അല്ലെങ്കിൽ മരുന്നുകൊണ്ട് അലിയിക്കുന്ന ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ചികിത്സയിൽ ഏകദേശം 40% പേർക്കെങ്കിലും ഉണ്ടാവാതിരിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ബലൂൺ ശസ്ത്രക്രിയ മുഖാന്തരമുള്ള ചികിത്സയാണ് ഏറ്റവും നല്ലത്. അതുവഴി നമുക്ക് 95% പേർക്കും ഗുണമുണ്ടാകും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ രോഗിയെ എത്തിക്കുകയാണെങ്കിൽ ചികിത്സ ഏറ്റവും ഫലപ്രദമായിരിക്കും. നമ്മൾ 90 മിനിറ്റിനുള്ളിൽ രോഗി നെഞ്ചുവേദനയുമായി എത്തുന്ന രോഗിയെ ഏതെങ്കിലും ആശുപത്രി ബലൂൺ ശസ്ത്രക്രിയ പറ്റുന്ന ആശുപത്രിയിൽ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതായിരിക്കും. അതുതന്നെയായിരിക്കണം ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ഒരു രോഗിയെ നെഞ്ചുവേദനയുമായി ചെല്ലുന്ന രോഗിയെ അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞോ ചെയ്യുന്നതല്ല നല്ലത്. ആശുപത്രിയിലെത്തിയാൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ചികിത്സ അവർക്ക് പ്രാവർത്തികമാക്കുകയാണ് പ്രധാനം. പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയിലും പലയിടത്തും ആയുഷ്മാൻ ഭാരത് അല്ലെങ്കിൽ കാസ്പിൻ്റെ ചികിത്സാ രീതികൾ, മെഡിസെപ്പ് ചികിത്സാ രീതികൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ചികിത്സ എത്തുക എന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഉദ്യമം വിജയിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന വഴി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹൃദ്രോഗ അല്ലെങ്കിൽ ഹൃദയാഘാത ചികിത്സ സമയത്തെത്തിക്കുകയും മരണനിരക്ക് ക്രമാതീതമായി കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ എല്ലാവരുടെയും കടമ. ഡോക്ടറെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമയത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എത്രയും വേഗം എത്തിക്കാൻ സാധിക്കുന്നു അത്രയും പെട്ടെന്ന് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ഉപയോഗിച്ച പോലെ തന്നെ ഈ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ടേം അതുകൊണ്ട് തന്നെ എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ആൻജിയോ എന്ന വാക്കിൻ്റെ അർത്ഥം രക്തധമനി എന്നാണ്. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ റിപ്പയർ എന്നാണ്. അതായത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ രക്തധമനികളിലെ ബ്ലോക്കുകൾ അല്ലെങ്കിൽ അടവുകളെ നമ്മൾ ബലൂണിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ച് രക്തധമനിയിലെ ബ്ലോക്ക് നീക്കം ചെയ്യുകയും ഒപ്പം അതിനുശേഷം ഏകദേശം 95% പേർക്കെങ്കിലും ലോകനിർമ്മിതമായ ഒരു മെഷ് നിക്ഷേപിക്കുകയും ചെയ്യുകയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ CTO ആൻജിയോപ്ലാസ്റ്റി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ CTO ആൻജിയോപ്ലാസ്റ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ CTO സർജറി ചെയ്ത ഒരു ഡോക്ടർ എന്ന നിലയിൽ CTO എന്ന് പറഞ്ഞാൽ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്നാണ്. 100% അടഞ്ഞ രക്തക്കുഴലുകൾ എന്നാണ് ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ. പണ്ട് എങ്ങാനും നമുക്ക് ഹൃദയാഘാതം വരികയും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്ന രക്തധമനികൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ തുറക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. CTO ഉള്ള രോഗികളാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നത്. അതിൽ അതിനൂതനമായ സാങ്കേതികമായ ടെക്നിക്കുകൾ ഉപയോഗിക്കുകയും വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവുകയും സാങ്കേതികവിദ്യ നന്നായി ഉപയോഗിക്കാവുന്ന ഒരു ഡോക്ടറെ മുമ്പിൽ ചെല്ലുകയും അതിനുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഈ ചികിത്സാ രീതി ഫലപ്രദമാവുകയാണ് ഉണ്ടാവുന്നത്. CTO എന്ന് പറഞ്ഞാൽ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ. അതിസങ്കീർണ ബലൂൺ ആൻജിയോപ്ലാസ്റ്റിയിലെ പ്രധാനപ്പെട്ട വിഭാഗമാണ് CTO. അതായത് CTO 100% ബ്ലോക്ക് അടഞ്ഞ രക്തക്കുഴലുകൾ, 3 മാസമെങ്കിലും പഴക്കം വേണം. രണ്ടാമത്തത് ലെഫ്റ്റ് മെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലെ പ്രധാന രക്തധമനിയിലെ ബ്ലോക്ക്. മൂന്നാമത്തത് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ. നാലാമത്തത് ഈ വളഞ്ഞ രക്തക്കുഴലുകളിലെ ബ്ലോക്കുകൾ. അഞ്ചാമത് ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വരുന്ന ബ്ലോക്കുകൾ. ഇതെല്ലാമാണ് അതിസങ്കീർണ ബലൂൺ ആൻജിയോപ്ലാസ്റ്റികൾ. അതിൽ CTO ആണ് ഏറ്റവും, നമ്മൾ പറയുന്നത് ദ ലാസ്റ്റ് ഡൊമെയിൻ ഓഫ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എന്നാണ് പറയുന്നത്. അതെപ്പോഴും നമ്മൾ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് ടു ഡു ഇൻ CTO ആണ്. കുറച്ച് സമയം കൂടുതൽ വേണ്ടിവരും, ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യം വേണ്ടിവരും, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റായി വേണ്ടി വരുന്നതാണ്. ഡോക്ടർ, അതായത് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു CTO എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുന്നത് എന്നുള്ളതാണോ? ചികിത്സാ രീതി ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനല്ല. നമ്മൾ ഹൃദയത്തിൻ്റെ രക്തധമനി ഹൃദയത്തിൽ പ്രധാനമായിട്ടും 3 രക്തധമനികളാണുള്ളത്. അതിലൊരു രക്തധമനി പൂർണ്ണമായി അടഞ്ഞിരുന്നാൽ മാംസപേശികളിലേക്ക് രക്തം എത്താതിരിക്കുകയും മാംസപേശികൾക്ക് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പലപ്പോഴും ഈ രക്തധമനികൾക്ക്
മറ്റു രക്തധമനിയിൽ നിന്ന് ചെറുതായിട്ട് രക്തം എത്തുകയും പക്ഷേ എങ്കിലും അതിൻ്റെ ആ രക്തത്തിൻ്റെ ലഭ്യത 25% താഴെയാവുകയും ചെയ്യുമ്പോൾ രോഗി തന്നെ സ്വയം അവരുടെ ആക്ടിവിറ്റീസിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൂടാതെ മാംസപേശികൾക്ക് ഡാമേജ് വന്നത് കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം വല്ലാതെ കുറയുകയും ചെയ്യും. ഈ രോഗികൾ സ്ഥിരമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ശ്വാസം മുട്ടിനുള്ള ചികിത്സയ്ക്ക് വിധേയരാകുകയും ചെയ്യുക സ്വാഭാവികമാണ്. നമ്മൾ ഈ പൾമണറി എഡീമയായിട്ട് അഡ്മിറ്റ് ചെയ്യുമെന്ന് പറയും. ചില രോഗികളെ നമ്മൾ ഹോസ്പിറ്റലിൽ 4, 5, 6 പ്രാവശ്യം ഒരു മാസത്തിൽ അഡ്മിറ്റ് ചെയ്ത് 4 ദിവസം കടത്തി ഇങ്ങനെ ചികിത്സിക്കാറുണ്ട്. അപ്പോൾ ഈ ചികിത്സാ രീതിയെ മാറ്റി രക്തധമനിയുടെ ബ്ലോക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗിയെ പൂർണ്ണമായും തിരിച്ചു കൊണ്ടെത്തിക്കാൻ പറ്റും. പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗികളെ നമ്മൾ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കാണ് വിധേയരാക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ബലൂൺ ശസ്ത്രക്രിയ ചെയ്ത് ഈ CTO ബ്ലോക്കുകൾ മാറ്റാവുന്നതാണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഞാൻ പോയി CTO ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും ഒപ്പം ആൾക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കൊയിലാണ്ടിൽ നിന്നും ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ ബാലകൃഷ്ണൻ. ഹലോ സർ, പറഞ്ഞോളൂ. എൻ്റെ പേര് ബാലകൃഷ്ണനാണ്. പറഞ്ഞോളൂ. എനിക്ക് 22 എനിക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. ഓക്കെ. എനിക്ക് ചിലപ്പോൾ ഗുളിക കുടിച്ചോണ്ടിരിക്കുന്നു. 2 സൈസ് ഗുളിക ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഭാരങ്ങളൊന്നും എടുക്കരുതെന്നാ പറഞ്ഞേ. അതെന്തിനാണ് ജോലിക്ക് ബാധിക്കുന്നത്? ഹൃദയത്തിന്റെ പ്രവർത്തനം നോർമലാണ് എന്നുണ്ടെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ജോലിക്ക് പോകുന്നതിന് വിരോധമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം മോശമായിരിക്കും. അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് ഈ ജോലി റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞത്. ഹൃദയത്തിന്റെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലും പഴയ കണക്ക് തന്നെ ജോലിക്ക് പോകുന്നതിന് വിരോധമില്ല. സാർ ഇത് പിന്നെ പൊടി വരുന്ന അങ്ങനത്തെ വരുന്നവർക്ക് ശ്വാസം മുട്ടൽ എങ്ങനെ വരുന്നുണ്ട്? അതാണ് അത് രണ്ടാണ്. ഈ പൊടി അങ്ങനെയുള്ള ശ്വാസമുട്ടുകൾ ശ്വാസകോശ രോഗവുമായി ബന്ധപ്പെടുത്തേണ്ടത്. രണ്ടും കൊണ്ട് മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ്. ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ ഹൃദയാഘാതത്തിന് ശേഷം ബലൂൺ ശസ്ത്രക്രിയ കൃത്യമായി ചെയ്തിട്ടുണ്ട് എങ്കിൽ മാംസപേശികളുടെ പ്രവർത്തനം ക്ഷമത മോശമല്ല എന്നുണ്ടെങ്കിൽ പഴയ കണക്കുള്ള ജോലികളെല്ലാം ചെയ്യുന്നതിന് ഒരു വിരോധവുമില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോവുക. അല്ലെ ചുമ്മാതെ വീട്ടിലിരിക്കുന്നത് ശരിയാണ് എന്നെനിക്ക് തോന്നുന്നതേയില്ല. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പോൾ പ്രേക്ഷകൻ ചോദിച്ചതിന് തുടർ ചോദ്യം എന്ന നിലയിൽ ഇത്തരത്തിലൊരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു രോഗി അപ്പോൾ ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ട്? ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകൻ പറയുകയുണ്ടായി ജോലിക്ക് പോകുന്നില്ല എന്നൊരു കാര്യമൊക്കെ. വ്യായാമം അടക്കമുള്ള കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു ഘട്ടമുണ്ടോ ഈ ഒരു ആൻജിയോപ്ലാസ്റ്റി? എല്ലാ രോഗികളും ആക്ച്വലി ബലൂൺ ശസ്ത്രക്രിയ ശേഷം നമ്മൾ വ്യായാമം ചെയ്യുന്നത് തന്നെ രോഗം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. ബലൂൺ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല. 100-ൽ 8 മുതൽ 10 പേർക്ക് വീണ്ടും വരാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് സാധാരണ ആൾക്കാരെക്കാൾ രോഗസാധ്യത കൂടുതലായതുകൊണ്ട് അവർ ചെയ്യേണ്ട ചില ക്രമങ്ങളുണ്ട്. കൃത്യമായ ആഹാരക്രമങ്ങൾ, വ്യായാമം, മരുന്ന് കൃത്യമായി കഴിക്കുക, ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക, പ്രമേഹ നിയന്ത്രണം ഏർപ്പെടുത്തുക, രക്തസമ്മർദ്ദ നിയന്ത്രണം, പിന്നെ പുകവലി ഉപേക്ഷിക്കുക. ഇതെല്ലാം ചെയ്താൽ ഒരു പരിധിവരെയല്ല ഒരു നല്ല ശതമാനം പേർക്കും കുഴപ്പമില്ലാതെ വർഷങ്ങളോളം കഴിയാം. ഞാൻ 2002-ലും 2003-ലും ഒക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത രോഗികൾ 22 കൊല്ലമായിട്ടും കുഴപ്പമില്ലാതെ പോകുന്നെങ്കിൽ നമ്മുടെ ചികിത്സയേക്കാൾ പ്രധാനം അവർ തുടരുന്ന ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ രോഗിയെ ചികിത്സിക്കുന്നതിനകത്ത് ഡോക്ടറെക്കാൾ പ്രധാനപ്പെട്ട റോള് രോഗിക്കാണ് എന്നുള്ളത് മറക്കരുത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഇപ്പോഴത്തെ ഒരു ഫുഡ് ഹാബിറ്റ് ഒക്കെ തന്നെ ഇത്തരത്തിൽ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂത്ത് ഒക്കെ ആണെങ്കിൽ തന്നെ ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള ഫുഡിലേക്കൊക്കെ മാറുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഓഫീസിൽ ഇരുന്നുള്ള ജോലികളാണ് മിക്കവരും ചെയ്യുന്നത്. അപ്പോൾ ജീവിതത്തിന് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വ്യായാമങ്ങളും ഉണ്ടാകാത്തൊരു ഘട്ടം കൂടിയുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതശൈലി കുറെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഹൃദയ സംബന്ധമായ രോഗം എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗം തന്നെയാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളിലുള്ള മാറ്റങ്ങൾ എല്ലാം ഹൃദയാഘാതത്തിനും പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും എല്ലാത്തിനും ചികിത്സയ്ക്കുള്ള നിയന്ത്രണത്തിനുള്ള വഴിയാകും ഉണ്ടാകും എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളാണ്. പ്രായമാകുമ്പോൾ രോഗം വരാമെങ്കിലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഈ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു പരിധിവരെ മനുഷ്യൻ്റെ തന്നെ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ കുഴപ്പങ്ങളാണ്. അതുവരെയാണ് നമ്മൾ രോഗം വരുന്നതും അതുതന്നെയാണ് നമ്മൾ ചികിത്സയ്ക്ക് വിധേയരാക്കേണ്ടി വരുന്നത്. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഒരു ഔട്ട്ഡേറ്റഡ് ട്രീറ്റ്മെൻ്റ് ആണ് US-ലൊക്കെ. ബേസിക്കലി നമ്മളിപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും ചിലർ വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചോദിക്കാറുണ്ട് ഇവിടെ ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉണ്ടോ.
ഈ ലേസർ എന്ന് പറയുന്നത് നമ്മളെല്ലാം വിചാരിക്കുന്ന ഏതോ ലേസർ ലൈറ്റ് എങ്ങാണ്ട് ഹൃദയത്തിൻ്റെ പുറത്ത് വെച്ച് അടിച്ചിട്ട് അകത്തൂടെ ബ്ലോക്ക് അങ്ങ് മാറ്റുമെന്ന്. അങ്ങനല്ല. ലേസർ ആൻജിയോപ്ലാസ്റ്റിക്ക് അകത്ത് നോർമൽ ആൻജിയോപ്ലാസ്റ്റി പോലെ തന്നെ നമ്മൾ ഗൈഡ് വയർ ഇട്ട് ബലൂണിൻ്റെ സഹായത്തോടെ ബ്ലോക്ക് നീക്കം ചെയ്യുന്നത് കണക്ക് ലേസർ അടങ്ങിയ ബലൂണുകൾ പ്രവേശിപ്പിച്ച് ലേസറിൻ്റെ സഹായത്തോടെ ബ്ലോക്ക് നീക്കം ചെയ്യുന്നതാണ്. അത് പലപ്പോഴും ഒരുപാട് കോംപ്ലിക്കേഷൻ വരെ വരാറുണ്ട്. നമ്മളിപ്പം ഈ ലേസർ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് എടുത്ത് പലരും ഇതിനെ ഒരു ഇതുണ്ടതുകൊണ്ട് മാത്രം ബ്ലോക്ക് മാറ്റും. അപ്പോൾ ജനം വിചാരിക്കരുത് ലേസർ എന്ന് പറയുന്നത് കയ്യിലോ കാലിലോ രക്തധമനിയിൽ കുത്തി ട്യൂബിട്ട ശേഷം അകത്ത് കയറിയ തന്നെയാണ് ലേസറിലും. ലേസർ ഒരു ഡിവൈസ് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളിപ്പം CTOയ്ക്ക് ഞങ്ങൾ മൈക്രോ കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, CTOയ്ക്ക് നമ്മൾ സ്പെഷ്യൽ ബലൂൺ ഉപയോഗിക്കുന്നുണ്ട്. ലേസർ ഈസ് ഓൾസോ വൺ ബലൂൺ ടൈപ്പ് ഓഫ് എ തെറാപ്പി. അല്ലാതെ ഒരിക്കലും ലേസർ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ലൈറ്റ് അടിച്ച് നമ്മൾ ലേസർ ലൈറ്റ് അടിച്ച് കണക്ക് നമ്മൾ ബ്ലോക്ക് മാറ്റും എന്ന് മിഥ്യാധാരണ ജനങ്ങളിൽ പ്രചരിപ്പിച്ച് ഇതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ആശുപത്രികളും ഉണ്ട്. പക്ഷേ ലേസറിനകത്ത് ചില ഗുണങ്ങളില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു അൺക്രോസബിൾ ബലൂൺ, ആക്ച്വലി വയറിട്ട് ബലൂൺ പോകുന്നില്ലെങ്കിൽ ലേസറിൻ്റെ സഹായത്തോടെ പോകാൻ പറ്റും. നമ്മൾ ചെറിയ ചെറിയ ബലൂണിൻ്റെ സഹായത്തോടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞാനിത് ലേസർ ഉപയോഗിക്കാതെ തന്നെ 99.99% ഓഫ് ദ കേസസ് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ലേസർ എന്ന് പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്നത് അല്ല ഒരു ബലൂണോ വയറോ ഒന്നും ഇല്ലാതെ പുറത്തുനിന്ന് ലൈറ്റ് അടിച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ്. അത് തെറ്റാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് ഇതിൻ്റെ ഗിമിക്കുകളുടെ പിറകെ പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചികിത്സയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. അത് രോഗിക്കും ബന്ധുക്കൾക്കും എല്ലാം നല്ലത് അതായിരിക്കും. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മാളയിൽ നിന്നും സജീവാണ്. സജീവ് ഡോക്ടറോട് ചോദിക്കാം. ഹലോ, നമസ്കാരം. പറഞ്ഞോളൂ സജീവേ. സാർ, ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ആൾക്കൊരു അത് ടയർ പണിയാണ്, വർക്ക്ഷോപ്പ് ജോലിയാണ്, ടയറിന്റെ ജോലിയാണ്, ടയർ പണിയാണ്, ടയർ റിപ്പയറിംഗ്. പറഞ്ഞോളൂ രോഗത്തെ കുറിച്ച്. ആൾക്ക് നെഞ്ചുവേന വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയി ബലൂൺ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്. ബ്ലോക്ക് ആയി വന്നിട്ടേ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 മാസത്തിന് മേലെ ഉണ്ട്. അപ്പൊ ആള് സാധാരണ ജോലികൾ ചെയ്യേണ്ട ആളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു കുറച്ചു കാലം കൂടി. പക്ഷേ നിങ്ങളിത് പറഞ്ഞ കറക്റ്റാണ്. ബലൂൺ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു 3 മാസത്തോളം. ചില ഡോക്ടർമാർ ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ബാക്ക് ടു ആക്ടിവിറ്റീസിൽ പോകാൻ പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായും ബ്ലോക്കുകൾ നീക്കം ചെയ്തിട്ടില്ല. മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ട്, നമുക്കതൊന്നും അറിയില്ല. നിങ്ങളുടെ സുഹൃത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു, എത്ര ബ്ലോക്കിനകത്ത് സ്റ്റെൻറ്റ് ഇട്ടു, ആകെ ഒരു ബ്ലോക്കേ ഉള്ളായിരുന്നോ, ബ്ലോക്ക് നീക്കം ചെയ്ത ശേഷം ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമലായോ? അപ്പോൾ ഹൃദയത്തിൻ്റെ 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. എത്ര? 3 ബ്ലോക്കിൽ എത്ര എണ്ണം മാറ്റി? ബാക്കി 1 മാറ്റാനുള്ള ബ്ലോക്കിന്റെ അവസ്ഥ എങ്ങനെയാണ്? അതിനകത്ത് ചില ആൾക്കാരിലെ ബ്ലോക്ക് എന്ന് വെച്ചാൽ 40, 50, 60% ബ്ലോക്കാണെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതിയാവും. ആ ബ്ലോക്ക് സിഗ്നിഫിക്കൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രക്തക്കുഴലിനകത്താണ്, അത് 100% ബ്ലോക്കാണ്. ആ ബ്ലോക്ക് കൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമായിരിക്കുന്നു എങ്കിൽ അതിന് ചികിത്സ വേണം, അല്ലെങ്കിൽ മരുന്ന് മാത്രം മതിയാവും. ഒരിക്കൽ ഈ രോഗചികിത്സ കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമൽ ആണെങ്കിൽ ബാക്ക് ടു ആക്ടിവിറ്റീസ് ആണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നോർമൽ അല്ലെങ്കിൽ പോലും നോർമൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, പ്രൊവൈഡഡ് ഹാർട്ടിൻ്റെ പ്രവർത്തനം 40%-എങ്കിലും മുകളിലാണെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ മാഷ, ഇങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്തേ നമ്മളൊരു ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, ആ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചോട്ടെ എത്ര ദിവസം റെസ്റ്റ് എടുക്കാമെന്നുള്ളത്. നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറിന് നിങ്ങളുടെ മുഴുവൻ വിവരങ്ങളും അറിയാം. അപ്പോൾ ആ ഒരു ഡോക്ടർക്ക് പറയാവുന്ന അത്രയും ഒരു ഫോണിൽ കൂടെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, ഞാൻ പറഞ്ഞത് ആള് ഡോക്ടർ പറഞ്ഞ അത്രയും കാലാവധി എടുത്തിട്ടില്ല. അതിന് മുമ്പ് തന്നെ ആള് പണി തുടങ്ങി. ആള് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, പക്ഷേ ഡോക്ടറിന്റെ അനുവാദത്തോടെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതല്ലേ? ഓക്കെ, ഉറപ്പായിട്ടും. ശരി, ഓക്കെ, താങ്ക് യു. അങ്ങനെ ആയിക്കോട്ടെ. ശരി, വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതോടൊപ്പം തന്നെ ഈ ഓപ്പൺ സർജറി നിർദ്ദേശിക്കപ്പെട്ട ഒരു ഹൃദ്രോഗിയിൽ ആൻജിയോപ്ലാസ്റ്റി ഫലപ്രദമാണോ? അങ്ങനെയല്ല. ഓപ്പൺ സർജറി, ആൻജിയോപ്ലാസ്റ്റി ഒരേപോലത്തെ 2 തരം ചികിത്സാ രീതികളാണ്. നമ്മൾ പഠനങ്ങൾ കാണിക്കുന്നത്, പണ്ട് നമ്മൾ ഈ ബലൂൺ ശസ്ത്രക്രിയയ്ക്ക് സ്റ്റെൻ്റ് ഒന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, 1977 മുതൽ 92 വരെയുള്ള കാലഘട്ടങ്ങളിൽ. അപ്പോൾ നമ്മൾ ബലൂൺ വെച്ച് രക്തക്കുഴൽ വികസിപ്പിച്ച് കഴിഞ്ഞാൽ പോലും റീകോയിൽ ചെയ്ത് ബ്ലോക്ക് ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള രോഗികൾ എമർജൻസി ആയിട്ട് ബൈപ്പാസിന് വിധേയരാകേണ്ടി വരും. പക്ഷേ കാലം മാറി 92 ശേഷം സാധാരണ സ്റ്റെൻ്റ് ഉപയോഗിക്കാനും 2002 ശേഷം മരുന്ന് പുരട്ടിയ സ്റ്റെൻ്റ് ഉപയോഗിക്കാൻ തുടങ്ങി. മരുന്ന് പുരട്ടിയ സ്റ്റെൻ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മൾട്ടിവെസൽ ബ്ലോക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും ബലൂൺ ശസ്ത്രക്രിയയും ബൈപ്പാസും തമ്മിൽ ഏകദേശം തത്തുല്യമായ ചികിത്സാ രീതിയായി. അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടറും
ചികിത്സ കഴിഞ്ഞുള്ള ഫലം കൃത്യമായിട്ടാണോ ചികിത്സിക്കുന്നത്, ഇതെല്ലാം ഒരുപോലെയാണ് എന്നുണ്ടെങ്കിൽ ബലൂൺ ശസ്ത്രക്രിയയും ബൈപ്പാസും ഏകദേശം ഒരുപോലത്തെ ചികിത്സാ രീതികളായി. എന്നാലും ചില ഗുണങ്ങൾ ബൈപ്പാസിനുണ്ട്, ചില ഗുണങ്ങൾ ബലൂൺ ശസ്ത്രക്രിയയ്ക്കുണ്ട്. ബലൂൺ ശസ്ത്രക്രിയ ആയി കഴിഞ്ഞാൽ രോഗിക്ക് എത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആക്ടിവിറ്റീസാണ്. ബൈപ്പാസിന് അതല്ല. പക്ഷേ ബൈപ്പാസിനും ബലൂൺ ശസ്ത്രക്രിയയ്ക്കും തമ്മിലുള്ള പ്രധാനപ്പെട്ട വേറൊരു വ്യത്യാസം, 100-ൽ 8 മുതൽ 10 പേർക്കാണ് വീണ്ടും ബ്ലോക്ക് വരുന്നത് ബൈപ്പാസിനെങ്കിൽ അത് ബലൂൺ ശസ്ത്രക്രിയയിൽ ഏകദേശം 12 മുതൽ 15% പേർക്കാണ്. പിന്നെ 100% ബ്ലോക്ക് ടെക്നിക്കലി പല ഡോക്ടർമാർക്ക് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അവർ ബൈപ്പാസിന് വിടും. ലെഫ്റ്റ് മെയിൻ ബ്ലോക്ക് പലർക്കും ചെയ്യാൻ ടെക്നിക്കലി സൗണ്ട് അല്ലാത്തത് കൊണ്ട് അവർ ബൈപ്പാസിന് വിടും. അതുപോലെ രക്തധമനികൾ വളരെ ചെറുതാണ്, ബൈപ്പാസ് ഗ്രാഫ്റ്റ് പിടിക്കത്തില്ലെങ്കിൽ അവർ ആ ബൈപ്പാസിന് വിധേയനാക്കാതെ ആൻജിയോപ്ലാസ്റ്റിക് വിടും. അപ്പോൾ രണ്ടും 2 തരത്തിലുള്ള ചികിത്സയാണെങ്കിലും രണ്ടിൻ്റെയും ഉദ്ദേശവും അല്ലെങ്കിൽ ചികിത്സയുടെ ഫലവും ഒരുപോലെയാണ്. പ്രൊവൈഡഡ് ചെയ്യുന്ന ഡോക്ടർമാർ ഈ രണ്ടിലും നല്ലതാണെങ്കിൽ. നമ്മൾ ആപ്പിളിൻ്റെ നെല്ലിക്കയായിട്ട് കമ്പയർ ചെയ്ത് ആപ്പിളിന് ഓറഞ്ചുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം, എന്നേ ഉള്ളൂ. രണ്ടും ഒരേപോലത്തെയാണ്. ചികിത്സിക്കുന്ന ഡോക്ടർ മിടുക്കനാണ്, കാര്യങ്ങളെല്ലാം ഫലപ്രദമായി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ 2 ചികിത്സയും തത്തുല്യമാണ് എന്ന് തന്നെ പറയുന്നതായിരിക്കും സത്യം. ഡോക്ടറോടൊപ്പം തന്നെ ഈ അന്തർദേശീയ തലത്തിൽ പല ലൈവ് ക്ലാസ്സുകളും നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അത്തരത്തിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ ഈ ലൈവ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യും. ഈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ നമ്മളെ 2000-2500 ഡോക്ടർമാരിരിക്കുന്ന ഹാളിലേക്ക് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ ഇരിക്കുന്ന ചെയർപേഴ്സൺസ് നമ്മളുടെ അടുത്ത് ചോദിക്കും, ഡോക്ടറെ ഏത് ബലൂണാണ് ഉപയോഗിച്ചത്, ഏത് വയറാണ് ഉപയോഗിച്ചത്, ഈ വയറാണ് ഉപയോഗിക്കേണ്ടത്, ഇതല്ലാതെ വേറെ ടെക്നിക്കുണ്ടോ, ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ചെയ്യുന്ന ബലൂൺ ശസ്ത്രക്രിയ തത്സമയം അവിടുത്തെ സ്ക്രീൻ വഴി കാണിക്കുകയും നമ്മൾ അവിടെ ഇരിക്കുന്ന ചെയർപേഴ്സൺസും പാനലിസ്റ്റുമായിട്ട് സംവാദം നടത്തുകയും അവർ ആ ഹാളിലെ ഡോക്ടർമാരുമായി സംവാദിച്ച് നമ്മളൊരു പഠന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ എനിക്ക് ഏകദേശം എല്ലാ വർഷവും ഞാനൊരു 6 മുതൽ 10 ലൈവ് ആൻജിയോപ്ലാസ്റ്റീസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഇന്ത്യയിലെ പല സ്ഥാപനങ്ങളിലേക്കും ഇന്ത്യയിലെ പല കോൺഫറൻസുകളിലേക്കും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിലേക്കും ഇത് കൂടാതെ പല ഇൻ്റർനാഷണൽ സ്ഥലങ്ങളിലും, അതായത് ഫോറിൻ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ കോൺഫറൻസുകളിൽ അവിടുത്തെ ബലൂൺസ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ബലൂൺ ശസ്ത്രക്രിയ നടത്തുക സ്വാഭാവികമാണ്. ഏകദേശം 18ഓളം രാജ്യങ്ങളിൽ ഞാൻ ബലൂൺ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ 18ഓളം സംസ്ഥാനങ്ങളിൽ പല ഹോസ്പിറ്റലുകളിൽ 9ഓളം മെഡിക്കൽ കോളേജുകളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അവിടുത്തെ ഡോക്ടർമാരെ പഠിപ്പിക്കാൻ ഉള്ള അവസരം അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. എൻ്റെ ഉദ്ദേശം തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിലൂടെ പകർന്ന് അത് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവുന്ന രീതിയിലാക്കട്ടെ എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു പ്രൊഫഷണലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ ചികിത്സ രോഗികളിലെത്തിക്കുക, നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ച് ഈ ചികിത്സ 1000 പേരിലെത്തിക്കുക, ഇത് നമ്മൾ ക്ലാസ്സുകളിലൂടെ ഇൻ്റർനാഷണൽ ലെവലിലെത്തിച്ച് പല രാജ്യങ്ങളിലും എത്തിക്കുക, പിന്നെ നമ്മൾ ഗവേഷണം നടത്തുക. ഇതൊക്കെ ഒരാളിൻ്റെ പ്രൊഫഷണലിൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ മിനിമം കടമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് തലശ്ശേരിയിൽ നിന്നും. ഗംഗാധരനാണ്. ഗംഗാധരൻ ഡോക്ടറോട് ചോദിക്കാം. ചോദിച്ചോളൂ ഗംഗാധരൻ. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഒരു 9 കൊല്ലം മുമ്പ് ഒറ്റക്കായിട്ട് സ്കെഡ് ഇട്ടതേനു. അതിനുശേഷം 3-4 മാസം കഴിഞ്ഞ് ബൈപ്പാസും ചെയ്യേണ്ടി വന്നു. ഇപ്പം ശ്വാസം മുട്ടലായിട്ട് പമ്പിങ് പറഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടലായിട്ട് കുളിക്കാൻ വരാൻ പറ്റാത്ത സ്ഥിതി, കുനിയാനൊന്നും പറ്റുന്നില്ല, അടുത്തു നിന്നൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കണ്ടിന്യൂ ആയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബലൂൺ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബൈപ്പാസിന് വിധേയനായി, എന്നിട്ട് അതിനുശേഷം ശ്വാസം മുട്ട് നിലത്തൊന്നും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയുള്ളത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഹൃദയാഘാതത്തിന്റെ ചികിത്സ നമ്മൾ കൃത്യമായ സമയത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ഉടൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാംസപേശികൾക്ക് ഡാമേജ് വരികയും, ഞാൻ അത് തന്നെയാണ് ആദ്യമേ പറഞ്ഞത്, ആദ്യത്തെ 1 മണിക്കൂറിനകത്ത് ഹൃദയാഘാതം വന്നാൽ ചികിത്സ എടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ആശുപത്രിയിൽ ചികിത്സ തരാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ആജീവനാന്ത രോഗിയായി മാറുകയാണ്. നമ്മൾ ആജീവനാന്ത രോഗിയാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, ചികിത്സ എത്രയും പെട്ടെന്ന് രോഗികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം.
പലപ്പോഴും ഇതിനെ ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആ ആശുപത്രിയിൽ പോയാൽ ചുമ്മാ പിടിച്ച് ആൻജിയോപ്ലാസ്റ്റി അല്ല. ആ ആശുപത്രി ചെയ്യുന്നത് കൃത്യമായ ചികിത്സയാണ് എന്നുണ്ടെങ്കിൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഹൃദയാഘാതവുമായി വരുന്ന രോഗിയെ ആദ്യത്തെ 90 മിനിറ്റിനകത്ത് ബലൂൺ ശസ്ത്രക്രിയ വിധേയനാകാവുന്ന ഒരു ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയോ അത് ചെയ്യാതിരിക്കുകയോ ചെയ്യാതിരുന്നാൽ കൃത്യമായും ആ ആശുപത്രിക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പോലും പറ്റും. എൻ്റെ ആശുപത്രിയിൽ ഇപ്പോൾ ബലൂൺ ശസ്ത്രക്രിയ ഇല്ലെങ്കിൽ പോലും ഞാൻ കൃത്യമായി റെഫർ ചെയ്ത് ആ രോഗിക്ക് കിട്ടേണ്ട കൃത്യമായി ചികിത്സ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കണക്ക് പിന്നെ നമ്മൾ ഒരു 2-3 മാസം കഴിഞ്ഞ് ബലൂൺ ശസ്ത്രക്രിയ ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് സ്റ്റെൻറ്റ് ബ്ലോക്കായി വീണ്ടും ബൈപ്പാസ് ചെയ്യും. കൃത്യമായി ഒരു ഗുണവുമില്ലാതെ ആജീവനാന്ത രോഗിയായിട്ട് മാറും. ഇത് ഉണ്ടാവുന്നത് അതിനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, മനുഷ്യൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ചികിത്സ എവിടെ കൊടുക്കണമെന്ന്. പലപ്പോഴും നമ്മൾ എവിടുന്ന് സ്വർണം വാങ്ങിക്കണം, എവിടുന്ന് വസ്ത്രം വാങ്ങിക്കണം, എവിടെ നിന്ന് ചിക്കൻ കഴിക്കണം, എവിടെ നമ്മുടെ സ്കൂളിലെ കുട്ടിയെ സ്കൂളിൽ ചേർക്കണം, ഇതൊക്കെ നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് രോഗം വന്നാൽ എവിടെ ചെന്നാലാണ് കൃത്യമായ ചികിത്സ കിട്ടുന്നത്, എവിടെയാണ് പോകേണ്ടത്, സമയം പിന്നെ ചികിത്സ തരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും വിദൂരമായിട്ടെങ്കിലും നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുന്നത്. ഇനിയിപ്പം നമ്മൾ മരുന്ന് കഴിച്ച് കൃത്യമായി നമ്മളുടെ ഈ ചില വ്യായാമങ്ങൾ കുറച്ച് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഒരു വഴിയും തൽക്കാലം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. മരുന്ന് കൃത്യമായി കഴിക്കുക. ഡോക്ടർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ഒരു ശരീരത്തിലുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? പ്രാരംഭമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഈ രോഗികൾ നെഞ്ചുവേദനയായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. ചില ആൾക്കാർ പ്രത്യേകിച്ച് പ്രമേഹ രോഗികളിൽ ഇതൊന്നുമില്ലാതെ തന്നെ റുട്ടീൻ ചെക്കപ്പിൽ കാണാറുണ്ട്. അപ്പോൾ ഈ ഒന്നുകിൽ നമ്മൾ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലെത്തുക, അല്ലെങ്കിൽ റുട്ടീൻ ചെക്കപ്പ്, എക്സിക്യൂട്ടീവ് ചെക്കപ്പ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറി 1 കിലോമീറ്റർ സുഖമായി നടന്നുകൊണ്ടിരുന്ന ആൾ 500 മീറ്റർ ആകുമ്പം തന്നെ ചെറിയ ബുദ്ധിമുട്ട് വരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കയ്യിലോട്ട് കഴപ്പ് വരുന്നു, നെഞ്ചിന് ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ചെക്കപ്പിന് വിധേയനാവുക, ECG നോക്കുക, എക്കോ നോക്കുക, TMD നോക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് രോഗലക്ഷണങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാം. അതിന് സബ്സിക്വൻ്റായിട്ട് നമ്മൾ ആൻജിയോഗ്രാമിനോ അല്ലെങ്കിൽ വിധേയനായിട്ടാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തത്, പ്രമേഹ രോഗമുള്ളവർക്ക് ബാധിക്കാവുന്ന 4 പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്ന് വെച്ചാൽ കണ്ണ്, ഹൃദയം, തലച്ചോറ്, നമ്മൾ ഈ നരമ്പുകൾ, അപ്പോൾ ഈ വൃക്കകൾ. അപ്പോൾ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗം വരുന്നതിന് നമ്മൾ അല്ലെങ്കിൽ തന്നെയും ഇവരെ ചെക്കപ്പ് നടത്തുക എന്ന് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ റുട്ടീനായിട്ട് എക്കോയും TMDയും എവറി ഇയർ അല്ലെങ്കിൽ once in 2 years ചെയ്യണം. പിന്നെ മൂന്നാമത് നമ്മൾ റുട്ടീനായിട്ട് നമ്മൾ ജോബിനൊക്കെ പോകുന്ന സമയത്ത് ചെക്കപ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഇങ്ങനെയുണ്ട് ലക്ഷണങ്ങളുണ്ടെന്നും അതനുസരിച്ച് നമ്മൾ അവരുടെ ഈ പരിശോധനയിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ പലപ്പോഴും രോഗലക്ഷണങ്ങളില്ലാതെയും രോഗലക്ഷണങ്ങളോടെയും ഈ രോഗം നിർണ്ണയിക്കാവുന്നതാണ്. രോഗലക്ഷണങ്ങളില്ലാതെ കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ രോഗിയെ വല്ലാത്തൊരവസ്ഥയിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്കുമായിട്ടും ബുദ്ധിമുട്ടുമായിട്ടും കാണുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. സമയപരിമിതിയുണ്ട്. ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ പ്രതാപ് കുമാർ എന്നാണ്. മെഡിട്രീന ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ MDയും ചെയർമാനും ചീഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാണ് ഡോക്ടർ. നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.